സഖാക്കൾ എന്താ പാട് സുഖല്ലേ? ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളെ പാർട്ടി ഓഫീസ്. ആ റെഡ് കുപ്പായിട്ടോനാണ് എന്തായിരുന്നു ബാലസംഘ പ്രസിഡന്റ്. ഞാൻ പിന്നെ ഞങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. ബാലസംഘ സെക്രട്ടറിനെ കാണിച്ചു തരാം. ഈ പൊന്നുങ്ങളെന്നാ ഈ ഫോണൊന്ന് പിടിച്ചാ ഇന്ന് ഫോട്ടോ എടുക്കാണേ. സഖാക്കളെ വീഡിയോ ആണ്. ലാൽ സലാം സഖാക്കളെ. ഞാനാണ് ജോയിന്റ് സെക്രട്ടറി. ഇവിടെ എല്ലാം നമ്മളാകെ ചർച്ചയല്ല. നമ്മളൊന്ന് രാഷ്ട്രീയം പറഞ്ഞപ്പോ ആകെ കുടുങ്ങി. കുട്ടികൾ രാഷ്ട്രീയം പറഞ്ഞില്ലെങ്കിൽ മലാല യൂസുഫ്സായി ഉണ്ടാവോ? 6ാം ക്ലാസ് സമരത്തിനോട് ഭഗത് സിംഗ് ഉണ്ടാവോ? നമ്മളൊക്കെ വരണ്ടാവോ? ഞങ്ങൾ ഇനിയും രാഷ്ട്രീയം പറയും. ഞങ്ങളും ഈ കുട്ടി സഖാക്കളുടെ സഹോദരങ്ങളാണ്. ഞങ്ങളൊരു 15 വർഷം മുമ്പേ ഇതുപോലെ ഒരു പാർട്ടി ഓഫീസൊക്കെ ഉണ്ടാക്കി. അന്ന് മുതലേ ഞങ്ങൾ പാർട്ടിയിൽ പ്രവർത്തിച്ചിരുന്ന ആൾക്കാരാണ്. ബാലസംഘത്തിലുണ്ടായിരുന്ന ആൾക്കാരാണ്. ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ പഠനവും മുന്നോട്ട് കൊണ്ടുവരുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 3rd ഇയർ MBBS സ്റ്റുഡൻ്റാണ്. ഞങ്ങളാരും സോഷ്യൽ മീഡിയയിൽ കാണുന്നത് പോലെ ആരെയും കൊല്ലാനോ രാഷ്ട്രീയത്തിൽ കയറി തീവ്രവാദികളൊന്നും ആയിട്ടില്ല. ഞങ്ങളെല്ലാവരും പഠനവും രാഷ്ട്രീയവും ഒരുപോലെ കൊണ്ടുവരുന്ന ആൾക്കാരാണ്. കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും കൂടിയാണ്. അത്രേ ഉള്ളൂ. അത് പറഞ്ഞ് കുട്ടികളെ ഇങ്ങനെ എതിർക്കുകയും മതകാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അന്ന് ഞങ്ങൾ ഈ രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയോണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാനും ഈ ആശയങ്ങളൊക്കെ പറയാനും കഴിഞ്ഞത്. ഞാനും ഇവരെ സഹോദരനാണ്. ഇതേപോലെ പാർട്ടി പ്രവർത്തനത്തിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് 15 വർഷം മുന്നേ. ഇപ്പോൾ ഞാനിതാ ദുബായിൽ വർക്ക് ചെയ്യാണ്. ഞങ്ങളും ഇതേപോലെ 15 വർഷം മുന്നേ തുടങ്ങിയ സഖാക്കളാണ്. ഇപ്പോൾ ഞങ്ങൾ തലമുറയായിട്ട് ഇപ്പോൾ കുട്ടി സഖാക്കളും തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ എന്തായാലും ഇവരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഞങ്ങൾ തലമുറയായിട്ട് ഞങ്ങളെ ഭാഗത്തുനിന്ന് ഈ പാർട്ടി പ്രവർത്തനം ഉണ്ടാകും, ശക്തമായി ഉണ്ടാകും. ഇവർ ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് ഞങ്ങൾക്കതൊരു അഭിമാനമാണ്. ലാൽ സലാം, ഇന്നെ പിണറായി ജയിലിച്ചിരുന്നേ. ഇജ്ജ് എത്രാം ക്ലാസ്സിലാ പഠിക്കണത്? നല്ല പഠിക്കണട്ടാന്ന്. പിന്നെ ആരെന്നോട് ചോദിച്ച് ലാൽ സലാം. അപ്പം ഞാൻ തിരിച്ചും പറഞ്ഞു. പിണറായി വിളിച്ചപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയിരുന്നു. ഇന്നലെ PJ വന്നിരുന്നു. ആര് പറഞ്ഞ് എന്തായിരുന്നു ഇജ്ജ് നല്ല പഠിക്കണം, പിന്നെ എന്തായിരുന്നു പരീക്ഷക്കൊക്കെ മാർക്ക് മേടിച്ചാണ്ട്. എന്നിട്ട് അവിടുന്ന് നടന്നാണ്ട് അങ്ങോട്ട് വന്നപ്പോൾ കുറേ ആൾക്കാർ മൈക്കൊക്കെ കൊടുത്താണ്ട് അവരോട് സംസാരിച്ചു. ഞങ്ങൾക്ക് ടീച്ചർമാരും മാഷുമാരൊക്കെ വന്നിരുന്ന് കാണാനൊക്കെ. അവർ ലഡുവൊക്കെ ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾ ഇനിയും മുമ്പോട്ടേക്ക് തന്നെ പോകുള്ളൂ, ബാക്കോട്ടേക്ക് പോകുള്ളൂ. അയാനും, അയാസ്, ദിയ, ലിയ 4 പേരും 5 ക്ലാസ്സിലാണ്. നല്ല മക്കളാണ്. അത്യാവശ്യം നന്നായിട്ട് ദിയ, ലിയ ഒക്കെ അവരൊക്കെ LSS ജേതാക്കളാണ്. അയാനും അയാസൊക്കെ വളരെ നല്ല മിടുക്കരാണ്. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെ പറയല്ല, പക്ഷെ അവർ ഒരു കൂട്ടായ്മ തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഫോണിലൊക്കെ ഇരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അവർ കൂട്ടായ്മ അവർ പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ഒന്നിച്ച് കളിക്കാനും നമ്മൾ പഴയ കാലത്തെ ഒരു അയൽവാസികൾ തമ്മിലുള്ള ബന്ധവും അതൊക്കെയാണ് തോന്നിയത്. പിന്നെ പറയാനുള്ളത് പഠനം തന്നെ ആയിരിക്കണം എപ്പോഴും മുന്നിൽ. അതായിരിക്കും അവർ എന്തായാലും മിടുക്കരാണ്. ആശയങ്ങളും ഒക്കെ രൂപപ്പെട്ട് വരുന്നൊരു കാലഘട്ടമാണ്. അവർ നന്നായിട്ട് പഠിക്കും, മിടുക്കരായിരിക്കും എന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. എൻ്റെ പേര് സൈനുൽ ആബിദ്. ഞാൻ സൈൻ സമാൻ്റെ ഫാദറാണ്. ഇന്ന് നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുന്ന കുട്ടി സഖാക്കളുടെ ടീമിലുള്ള ഒരാളുടെ ഫാദറാണ്. കുട്ടി സഖാക്കൾ ഇന്നേറെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. കുട്ടികൾക്ക് രാഷ്ട്രീയം പാടുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ കുട്ടികൾക്ക് രാഷ്ട്രീയം തെറ്റല്ല എന്നുള്ളതാണ്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്സ് ഈസ് നോട്ട് ഒഫെൻസ്. ആ ഒരു ചിന്തയിൽ നമുക്ക് വേണം. പൊളിറ്റിക്സ് ഒരു ഒഫെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് വലിയ ആളുകൾ ചെയ്യുമ്പോഴും അത് ഒഫെൻസ് തന്നെയാണല്ലോ. അപ്പോൾ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുട്ടികളിൽ ഉണ്ടാവേണ്ട ഒരു രാഷ്ട്രീയ ബോധം തന്നെയാണ്. രാഷ്ട്രീയ ബോധം എല്ലാവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ ചെയ്യുന്നത് ഒരു തെറ്റായ പ്രവർത്തനമല്ല എന്ന് ഉറച്ച വിശ്വാസം ഇവിടെയുള്ള അവരുടെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്കും ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാവണം.
അവർക്ക് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലൊരു രാഷ്ട്രീയ ബോധമാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ബാലസംഘത്തിലൂടെ. പഠിക്കണം, പഠിച്ച് വിജയിക്കണം, പഠിച്ച് നമ്മൾ മുന്നേറണം, അങ്ങനെ ഞങ്ങളിവിടെ ഒരു സുന്ദര ലോകം കെട്ടിപ്പടുക്കും എന്നുള്ളതാണ് ബാലസംഘത്തിൻ്റെ മുദ്രാവാക്യം പോലും. അപ്പോൾ അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ ബോധം കുട്ടികൾ ഉണ്ടാവുന്നത് ഏറെ നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. മറ്റൊന്ന് ഇന്നത്തെ ചർച്ചയായിരുന്നു. സൈൻ സമാനിന്, കുട്ടി സഖാവിന് അമിത മുതിർച്ച എത്തിയത് അവൻ്റെ ഒരു വൈകല്യമാണ്, ചികിത്സിക്കണം എന്നുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സൈൻ സമാൻ അല്ലെങ്കിൽ ആ കുട്ടി സഖാക്കൾ ഇങ്ങനെ ഫേമസ് ആയി നിൽക്കുന്നതിൻ്റെ ഇടയിൽ കയറി ഒരു പുതിയൊരു പ്രസ്താവന ഇറക്കിക്കൊണ്ട് ഇൻഫേമസ് ആവുക, കുപ്രസിദ്ധി നേടുക എന്നുള്ള ചില ആളുകളുടെ ചിന്ത, അതാണ് വൈകല്യമുള്ളത്, അതാണ് ചികിത്സിക്കേണ്ടത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ജ്യേഷ്ഠന്മാരൊക്കെ, ഈ കുട്ടി സഖാക്കളുടെ എല്ലാ മുതിർന്ന ആൾക്കാരും, അവരൊക്കെ ഇതേപോലെ തന്നെ ബാലസംഘത്തിൽ പ്രവർത്തിച്ച് ഇതുപോലെ തന്നെ പാർട്ടി ഓഫീസുകൾ, അന്നത്തെ കാലത്ത് പോസ്റ്ററുകളൊക്കെ കൊണ്ടുവന്ന് ഒട്ടിച്ചൊരു പാർട്ടി ഓഫീസൊക്കെ അവരും അന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടായതുകൊണ്ട് അത് വൈറലായി, ഇന്നത്തെ ഇത് വൈറലായി എന്നുള്ളതാണ്. പക്ഷേ ഇതിനേക്കാൾ നല്ല രീതിയിൽ അവർ പ്രവർത്തിച്ചിരുന്നു, ഒപ്പം പഠിച്ചിരുന്നു. അതിലുള്ള പല ആളുകളും ഇപ്പം ഇന്ന് MBBS-ഉം പക്ഷേ +2 കഴിഞ്ഞു full A+ കിട്ടിയ ആളുകൾ എല്ലാവരും ഉണ്ട്, അതിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒരു കാര്യം ചിന്തിക്കണം, കുട്ടി സഖാക്കൾ ഇവിടെ പാർട്ടി പ്രവർത്തനവുമായുണ്ട്, പഠിക്കുന്നുണ്ട്, കളിക്കുന്നുണ്ട്. ഒന്നിലും അവരുടെ ഒരു പ്രവർത്തനങ്ങളിലും ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവുന്നില്ല. അവരവരുടെ വഴിക്ക് വിടുക, നമുക്ക് പറ്റാവുന്ന സപ്പോർട്ടുകളൊക്കെ അവർക്ക് കൊടുക്കുക. നല്ല രാഷ്ട്രീയം വളരട്ടെ, നാട് വളരട്ടെ എന്നുള്ളതാണ് അഭിപ്രായം.